الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ تأذن ربكم لئن شكرتم لأزيدنكم ولئن كفرتم إن عذابي لشديد. صدق الله العلي العظيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിച്ച് അവസാനം ആഖിബത്ത് നന്നായി മരിക്കാൻ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെയും നമുക്ക് വേണ്ടപ്പെട്ടവരുടെയൊക്കെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരട്ടെ. അല്ലാഹു തആല നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ ദോഷങ്ങളും അവൻ്റെ ഫദ്ല് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ സംസാരിച്ചത് വളരെ സംഘർഷഭരിതമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ ദേശീയ അന്തർദേശീയ സാഹചര്യങ്ങളിൽ മുസ്ലിം ഉമ്മത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും വീണ്ടെടുപ്പും നമ്മുടെ അസ്തിത്വം അഭിമാനകരമായി പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും നിലനിർത്തുവാനും ഒക്കെ നമുക്ക് വേണ്ടത് ഈമാനികപരമായ തഖ്വയിലധിഷ്ഠിതമായ ജീവിതം മാത്രമാണ് പരിഹാരം എന്നുള്ളതാണ്. ഭൗതികമായ പശ്ചാത്തലങ്ങളൊക്കെ നമ്മൾ അനുകൂലമാക്കിയാലും പുറമെയുള്ള പുറം മോടികളൊക്കെ മോടി പിടിപ്പിച്ച് പുറമെയുള്ള എല്ലാ സംവിധാനങ്ങളും അതിന് ഇൻഫ്രാസ്ട്രക്ചറുകളൊക്കെ നമ്മൾ പരമാവധി റെഡിയാക്കി നിർത്തിയാലും തഖ്വയും ഈമാനും നമുക്ക് ചോർന്നു പോയാൽ നമ്മുടെ സജ്ജീകരണങ്ങളും ഒരുക്കങ്ങളും ഒന്നും നമുക്ക് ഫലം ചെയ്യില്ല, നിഷ്പ്രഭമാകുമെന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ ആയത്തുകളിലൂടെ വിശദീകരിക്കുകയുണ്ടായി. അള്ളാഹു തആലക്ക് നന്ദിയുള്ള അടിമകളായി ജീവിക്കുക, ഇതാണ് നമ്മുടെ ബാധ്യത. അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്ത് മുത്തഖീങ്ങളായി കഴിഞ്ഞുകൂടുക. അതോടൊപ്പം മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായി ഐക്യത്തോടുകൂടെ യോജിപ്പോടുകൂടെ എല്ലാ ഭിന്നിപ്പുകളും മറന്ന് വീക്ഷണ വൈജാത്യങ്ങളൊക്കെ ഒഴിവാക്കി ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം. യദുല്ലാഹി മഅൽ ജമാഅ, അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകൽ നിങ്ങൾ കൂട്ടമായി നിൽക്കുമ്പോഴാണെന്ന ഹദീസുകളൊക്കെ നമ്മൾ ഓതുകയുണ്ടായി. നമ്മുടെ ഇന്ത്യ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് നമ്മുടെ ഇലക്ഷനിലേക്ക് നമ്മുടെ നാടുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ നമ്മുടെ നാടിൽ സജീവമാകാൻ പോവുകയാണ്. ഈ സമയത്ത് അരാഷ്ട്രീയ ചിന്തകളിൽ നിന്ന് മുക്തരായി യുവതലമുറ രാഷ്ട്രീയപരമായി ശക്തി ആർജിക്കുകയും നമുക്ക് ഹൈറും മുസ്ലിം ഉമ്മത്തിനും ദീനിനും നേട്ടമുണ്ടാക്കുന്ന മാർഗങ്ങളൊക്കെ സ്വീകരിക്കുകയും ചെയ്യേണ്ട ഒരു അനിവാര്യ ഘട്ടത്തിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, വോട്ടർ പട്ടിക, വോട്ടർ ലിസ്റ്റുകളൊക്കെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെന്തെങ്കിലും കൈക്കോട്ടെ എന്ന് കരുതിയിട്ടുള്ള ഒരു അയകുഴമ്പൻ സമീപനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിന്ന് സജീവമായി ഇത്തരം വിഷയത്തിൽ ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കേണ്ടത് അനിവാര്യമായ ഘട്ടത്തിലാണ്. പ്രത്യേകിച്ച് ബീഹാറിലൊക്കെ 68 ലക്ഷത്തോളം ആളുകളാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത്. 68 ലക്ഷം എന്ന് പറഞ്ഞാൽ ചില്ലറല്ലല്ലോ, 68,000 അല്ല, 68 ലക്ഷത്തോളം ആളുകൾ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തായി. ഇനി അവർ പൗരത്വം തന്നെ നിഷേധിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഇവിടെ എത്തിപ്പെട്ടാൽ രാജ്യത്തെ പൗരൻ പോലും അല്ല എന്ന് പറയുകയും അവരുടെ സ്വത്തുക്കളൊന്നും അവരുടെ സ്വത്തുക്കളല്ല എന്ന് പറഞ്ഞ് സാമ്പത്തികമായി അവരുടെ ഭദ്രതയൊക്കെ തകർത്ത് തരിപ്പണമാക്കി ഒന്നുമല്ലാതെയാക്കി അവരെ രാജ്യത്ത് കുടിയേറി പാർക്കുന്നവരായി ചിത്രീകരിച്ച്, അന്യ രാജ്യക്കാരെ ചിത്രീകരിച്ച്, അങ്ങനെ NRCയിലേക്കും പൗരത്വ നിഷേധത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പുകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ കേരളത്തിലൊന്നും ഇത്രത്തോളം ബാധിക്കില്ല എന്ന് പറഞ്ഞ് അതിനൊന്നും ശ്രദ്ധ കൊടുക്കാതെ, അത് ഞാൻ വോട്ട് ചെയ്യുന്ന പാർട്ടിക്കാരൻ ഓര് നോക്കട്ടെ എന്ന് വെക്കാതെ നമ്മൾ സജീവമായി ഇടപെടലുകൾ നടത്തണം. പ്രത്യേകിച്ച് 2002 വോട്ടർ പട്ടികയിലൊക്കെ നമ്മുടെ പേരുണ്ടെങ്കിലും ശേഷം നമ്മൾ നമ്മുടെ മക്കൾ കെട്ടിക്കൊണ്ടുവന്ന നമ്മുടെ മരുമക്കൾ, പെൺകുട്ടികൾ, അവരെ നമ്മുടെ ലിസ്റ്റിൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ നാട്ടിൽ 2002 വോട്ടർ പട്ടികയിൽ ലിസ്റ്റിൽ അവരുടെ വാപ്പയും ഉമ്മയും അവരുടെ വാപ്പയുണ്ടോ അതൊക്കെ ശരിക്കും നേരാവണ്ണം ശ്രദ്ധിച്ച്
അതിൻ്റെ ബൂത്തും അതിൻ്റെ സീരിയൽ നമ്പറും എല്ലാ നമ്പറും ശരിക്ക് റെഡിയാക്കി നമ്മൾ സസജ്ജമാക്കി വെച്ചെങ്കിലേ വരും കാലങ്ങളിൽ നമ്മുടെ മക്കളുടെ അസ്തിത്വം ഇവിടെ നിലനിൽക്കുകയുള്ളൂ. ഇപ്പൊ നിങ്ങളെ വാപ്പാന്റെ പേരുണ്ടോ എന്ന് നോക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് നമ്മുടെ മക്കൾക്ക് ഇവിടെ രാജ്യത്തിന്റെ പൗരത്വം തെളിയിക്കാനും രാജ്യത്തിന്റെ എല്ലാ രേഖകളിലും അവർക്ക് കൃത്യമായി രേഖകൾ ഉണ്ടാകണമെങ്കിൽ അവരുടെ വാപ്പാരായ അവരുടെ ഉമ്മാരായ നമ്മൾ ലിസ്റ്റിലുണ്ടോ എന്ന് പരിശോധിക്കും. അപ്പൊ നമ്മുടെ മക്കളെ പരിഗണിച്ചുകൊണ്ടും നമ്മുടെ മക്കളുടെ ഭാവി ഓർത്തുകൊണ്ടും ഇപ്പൊ നമ്മളുടെയൊക്കെ റെഡിയാണെങ്കിൽ പോലും നമ്മളെല്ലാം റെഡിയാക്കാൻ, എല്ലാ രേഖകളും ക്ലിയർ ആക്കാൻ പരമാവധി പരിശ്രമിക്കണം. അത് നീയത്ത് നോക്കിയാൽ ഈമാന്റെ ഭാഗം കൂടിയാണ്. അത് ഈമാന്റെ ഭാഗം കൂടിയാണ്. കഴിഞ്ഞ ദിവസം ഒരു പെണ്ണ് എന്നെ ഫോൺ വിളിച്ചു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്നോട് നിർബന്ധിക്കുന്നു, ഞാൻ എന്താണ് ഇസ്ലാമിക മാനമെന്ന് ചോദിച്ചു. പൊതുവെ പെണ്ണുങ്ങളൊക്കെ ഇറങ്ങി പ്രവർത്തിക്കലും മറ്റുമൊക്കെ ഒരുപാട് പരിധികൾ ഉണ്ടെങ്കിലും വളരെ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും നാം നിൽക്കേണ്ട ഇടത്ത് നമ്മൾ ഇരുന്നില്ല എങ്കിൽ നമ്മുടെ അവകാശങ്ങളൊക്കെ ധ്വംസിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് കിട്ടാനും നമുക്ക് ചോദിച്ചു വാങ്ങേണ്ടതും അതുപോലെ തന്നെ പറഞ്ഞു വാങ്ങേണ്ടതും ഒക്കെ നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ഇരിക്കണം. അതുകൊണ്ട് തെറ്റൊന്നുമില്ല. നല്ല നെയ്യത്ത് നന്നാക്കി ഇസ്ലാം പഠിപ്പിക്കുന്ന രീതിയിൽ ഹിജാബുകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ സ്വീകരിക്കണമെന്ന് ഞാൻ ആ സഹോദരിക്ക് മറുപടിയും പറഞ്ഞു. കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ അങ്ങനെ നിന്ന് കൊടുക്കണം. നമ്മളെല്ലാം ഓടിപ്പോവുകയല്ല വേണ്ടത്. താൻ ഇരിക്കേണ്ടടുത്ത് നമ്മൾ ഇരുന്നില്ലെങ്കിൽ നായി കയറി ഇരിക്കുമെന്നൊരു ചൊല്ല് പണ്ടേ ഉണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാം ഇട്ടെറിഞ്ഞ് പോകുന്നൊരു നിരാശയിലേക്ക് പോകരുത്. പരമാവധി അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. 68 ലക്ഷത്തോളം വരുന്ന ആളുകൾ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകുക എന്ന് പറഞ്ഞാൽ ഭീകരല്ലേ. ബീഹാറിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചുക്കും അവർക്കൊരു വെള്ളിയാഴ്ചയില്ല എന്ന് പറയാം. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ബംഗാളികൾ, ബീഹാരികൾ, അവർക്ക് വിദ്യാഭ്യാസപരമായി ഇവർ പ്രബുദ്ധരല്ല. വിദ്യാഭ്യാസപരമായിട്ടൊന്നും അവർക്കറിയില്ല. വോട്ട് ഉണ്ടെങ്കിൽ എന്ത് ഇല്ലെങ്കിൽ എന്ത് ഒരു പ്രശ്നവുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അവിടെയൊക്കെ ഉള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ പിന്നെയും പ്രബുദ്ധത നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രബുദ്ധത തന്നെയാണ്. അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ അത്ര വലിയ ഭീകരമായ അന്തരീക്ഷം ഇല്ലെങ്കിലും വരും കാലങ്ങളിലൊക്കെ അതൊക്കെ ഉണ്ടായേക്കാം. അതുകൊണ്ട് നമ്മൾ നേരത്തെ മനസ്സിലാക്കി ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിയ എന്നൊരു ചൊല്ലുണ്ട്. നമ്മളെയും നമ്മുടെ അസ്തിത്വത്തെയും നമ്മുടെ ദർശനങ്ങളെയും സംസ്കാരങ്ങളെയൊക്കെ നശിപ്പിക്കാൻ വരുന്ന ആളുകൾ ഒരു മുഴം കണ്ടറിഞ്ഞ് നമ്മൾ അവരെ എറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു വീണ്ടെടുപ്പ് സാധ്യമാവുകയുള്ളൂ. നമ്മൾ മുന്നേറിക്കൊണ്ടേയിരിക്കുക. നമ്മൾ നമ്മുടെ ലക്ഷ്യബോധത്തിലേക്കുള്ള സഞ്ചാരത്തിലാണ്. ഓട്ട മത്സരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നവൻ ബാക്കിലേക്ക് നോക്കാറില്ല. ബാക്കിൽ ഓടുന്നവൻ അവൻ നോക്കൂല. അവൻ മുമ്പിലേക്ക് ലക്ഷ്യത്തിലേക്ക് കുതിക്കുകയാണ്. ബാക്കിൽ ഓടുന്നതിലേക്ക് നോക്കുകയല്ല, തിരിഞ്ഞു നോക്കുകയല്ല. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ഒരിക്കലും ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കരുത്. നമ്മൾ മുമ്പിലേക്ക് ലക്ഷ്യത്തിലേക്ക് ഓടിക്കൊണ്ടേയിരിക്കുക. അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ സ്ഥാനം കഴിഞ്ഞാൽ, അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം കഴിഞ്ഞാൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വലിയ സ്ഥാനമാണ് ന്യൂയോർക്ക് മേയർ എന്ന് പറയുന്ന സ്ഥാനം. ഈ അമേരിക്കയിലെ മേയർ സ്ഥാനം, ന്യൂയോർക്ക് മേയറായി ആരാണ് അവരോധിക്കപ്പെട്ടത്, തിരഞ്ഞെടുക്കപ്പെട്ടത്? എല്ലാവർക്കും അറിയാം. ഒരു മുസ്ലിമായ ചെറുപ്പക്കാരൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ, അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. സുഹ്റാം മദാനി എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം മുസ്ലിമാണ്, വാപ്പ മുസ്ലിമാണ്. അദ്ദേഹത്തെ നശിപ്പിക്കാൻ വേണ്ടി, പരാജയപ്പെടുത്താൻ വേണ്ടി ജൂതന്മാർ കോടികൾ ഇറക്കി. ഡൊണാൾഡ് ട്രംപ് വർഗീയ വിഷം ചീറ്റി എല്ലാ സഹായങ്ങളും ഞാൻ മുടക്കും എന്ന് പറഞ്ഞു. എന്തൊക്കെയോ അദ്ദേഹം പലതും പറഞ്ഞു. പക്ഷെ ജനങ്ങളെല്ലാം പുല്ലുവല എല്ലാം ഒരു പുച്ഛിച്ചു തള്ളി. പാവപ്പെട്ട ഫലസ്തീനികളെ കൊന്നു തള്ളുമ്പോൾ ആ ഫലസ്തീനികളെ കൊന്നു തള്ളുന്നതും വംശഹത്യയും ന്യായീകരിക്കുന്ന കോടാനുകോടി ആസ്തിയുള്ള ന്യൂയോർക്കിലെ ആയിരക്കണക്കായ ലക്ഷക്കണക്കായ ജൂതന്മാർ കോടിക്കണക്കിന് ഫണ്ട് കൊടുത്തു ഇദ്ദേഹത്തെ നശിപ്പിക്കാനും ഇദ്ദേഹത്തെ പരാജയപ്പെടുത്താനും. ഈ സുഹ്റാം മമദാനിയെ പരാജയപ്പെടുത്താൻ എല്ലാം കൊടുത്തു. എന്നിട്ട് പോലും അദ്ദേഹം അവിടെ വിജയിച്ചു കയറി. അദ്ദേഹം വെല്ലുവിളിച്ചു. അദ്ദേഹം ഒരു മുസ്ലിമാണ്. വേറൊരു മുസ്ലിം പെണ്ണും ഇപ്പൊ അവിടെ വലിയ സ്ഥാനത്തിലേക്ക് എത്തി. ഇതെന്തിനാ പറയണമെന്നറിയോ? നമുക്ക് എപ്പോഴും വേണ്ടത് പ്രതീക്ഷകളാണ്, നിരാശകളല്ല. അദ്ദേഹത്തിന്റെ വിജയം അതൊക്കെ പ്രതീക്ഷകളുടെ പുതുനാമ്പുകളാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തന്നെ മുന്നോട്ട് ഗമിക്കേണ്ടതിന് പകരം നമ്മൾ നിരാശപ്പെട്ട് നിൽക്കേണ്ടവരല്ല. ഈ ഒരു SIR, ഈ ഒരു പുതിയ ഈ സംവിധാനം ഉണ്ടല്ലോ, എല്ലാവരും ആത്മാർത്ഥമായി സഹായിക്കണം, അത് സഹകരിക്കണം. എൻ്റെ വീട്ടിലേക്ക് എല്ലാവരും എൻ്റെ ഇങ്ങോട്ട് റെഡിയാക്കി തരട്ടെ എന്ന് ചിന്തിക്കാതെ നമ്മൾ ഓരോരുത്തരും അവരുടെ ലിസ്റ്റിൽ പേരുണ്ടോ എന്നും കെട്ടിക്കൊണ്ടുവന്ന പെൺകുട്ടികൾ, നമ്മളെ കെട്ടിച്ചയച്ച പെൺകുട്ടികൾ, എല്ലാവരുടെയും അവരുടെ വോട്ടവകാശം അത് റെഡിയാണോ എന്ന് ഉറപ്പ് വരുത്തൽ അനിവാര്യമായ ഘട്ടത്തിലാണ്. കാരണം അതെല്ലാം ദീനിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്. അതെല്ലാം ദീനിന്റെ പരിശ്രമങ്ങളാണ്. നശാത്തോത്ത് ദീനിന് വേണ്ടിയുള്ള പ്രവർത്തനം, സംഘടനാ പ്രവർത്തനം വേണം, രാഷ്ട്രീയ പ്രവർത്തനം വേണം, എല്ലാം വേണം. നിസ്കാരം, നോമ്പും ദിക്റും സ്വലാത്തും മാത്രമായിട്ട് ഇതിനൊന്നും ഇടപെടാതെ കഴിയുമ്പോൾ നമുക്ക് പലതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കേണ്ടത്, ഇപ്പൊ ഈ വോട്ടർ ലിസ്റ്റിൽ വളരെ കുറച്ച് സമയം നമുക്കുള്ളൂ, 2-3 മാസം നമുക്കുള്ളൂ. ബീഹാറിലൊക്കെ വർഷങ്ങളുണ്ടായിരുന്നു.
അതുകൊണ്ട് പിന്നെ നമ്മൾ മേപ്പോട്ട് നോക്കിയിട്ട് കാര്യം ഉണ്ടാവുകയില്ല. നമ്മുടെ അവകാശങ്ങളൊക്കെ ധ്വംസിച്ചുകൊണ്ടിരിക്കാൻ കഴിഞ്ഞേറ്റം പറഞ്ഞല്ലോ പുതിയ വിദ്യാഭ്യാസ നയത്തിനെ പറ്റിയൊക്കെ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ബോധവാന്മാരാവണം, തിരിച്ചറിവുള്ള ആളുകളായി നമ്മൾ മാറണം. ആരാന്റെ ഊരയിൽ കൂര കെട്ടേണ്ട ഒരവസ്ഥ നമുക്ക് പാടില്ല എന്നർത്ഥം. നമ്മുടെ മുൻഗാമികളൊക്കെ അഭിമാനത്തോടെ നമ്മളെ ജീവിച്ചു, അഭിമാനം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ പെണ്ണുങ്ങളും രംഗത്തിറങ്ങണം. ഞാൻ ഓർത്തു പോവുകയാണ്, കുഞ്ഞാലിമരക്കാർ, കുഞ്ഞിമരക്കാർ കല്യാണത്തിന്റെ അന്ന് പുതിയാപ്പിള ഇറങ്ങണമെന്നാണ് പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടിയെ പറങ്കികൾ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത്. പാവപ്പെട്ട മുസ്ലിം പെണ്ണിനെ പറങ്കികൾ, അന്ന് വാസ്കോഡിഗാമയുടെ ആ ബ്രിട്ടീഷുകാരൊന്നും വന്നിട്ടില്ല, അവർ പിടിച്ചു കൊണ്ടുപോവാൻ, തട്ടിക്കൊണ്ടുപോവാൻ. പുതിയാപ്പിള ഇറങ്ങാൻ നേരത്ത് കുഞ്ഞി മരക്കാരോട് ഉമ്മ പറഞ്ഞു, മോനെ ഈ പുതിയാപ്പിള ഇറങ്ങാൻ അടക്കട്ടെ, ആ പെണ്ണിനെ രക്ഷപ്പെടുത്തി വാ. ഉമ്മ പറഞ്ഞു, മോനെ നീ മുമ്പ് കൂടെ പോകരുത്, നീ മുമ്പിലൂടെ പോയാൽ പുതിയാപ്പിള ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട് നിന്റെ കുടുംബക്കാരും അയൽവക്കക്കാരും സുഹൃത്തുക്കളെ പിടിച്ചു നിർത്തും, നീ ബാക്കിൽ കൂടെ പോയിക്കോ. എന്നിട്ട് പറഞ്ഞ് പുതിയാപ്പിള ഇറങ്ങുന്ന കല്യാണത്തിന്റെ ദിവസത്തിന്റെ അന്ന് പ്രിയപ്പെട്ട ഉമ്മ ബാക്കിലെ ഡോറ് തുറന്നു കൊടുത്ത് പ്രിയപ്പെട്ട പൊന്നുമകനെ പറങ്കികളെ കയ്യിൽ നിന്ന് പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടിയെ മോചിപ്പിക്കാൻ പറഞ്ഞേക്കുകയും ധീരതയോടെ പാവപ്പെട്ട ആ മുസ്ലിം പെൺകുട്ടിയെ മോചിപ്പിക്കുകയും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച അവരുടെ ബോട്ടിനെ 7 കഷ്ണമാക്കി തകർത്ത് തരിപ്പണമാക്കി പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടി രക്ഷിച്ചു വന്ന പുതിയാപ്പിളയായിരുന്നു കുഞ്ഞുമരക്കാർ ഷഹീദ്. ആ ഉമ്മമാരാണ് ഇന്ന് മുസ്ലിം ഉമ്മത്തിന് വേണ്ടത്. നീ മുമ്പിലൂടെ ഇറങ്ങണ്ട, മുൻഡോറിലൂടെ ഇറങ്ങിയാൽ തന്നെ പിടിച്ചു നിർത്തും, പുതിയാപ്പിളല്ലേ, അതോടെ ബാക്കിൽ കൂടെ പോയിക്കോ എന്ന് പറഞ്ഞ് ഡോർ തുറന്നു കൊടുത്ത ആ ഉമ്മയുടെ പാരമ്പര്യമായിരിക്കണം നമ്മുടെ ഉമ്മമാർക്ക് വേണ്ടത്. മൗലാന മുഹമ്മദിനെയും ഷൗക്കത്തിനെയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടക്കളത്തിനിറക്കിയ ബഹുമാനപ്പെട്ട ആബിദ ബീഗത്തിന്റെ ധീരതയാണ് നമ്മുടെ മുസ്ലിം പെണ്ണുങ്ങൾക്ക് വേണ്ടത്. തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിലും ഒരു പെണ്ണ് വനിതാ വാർഡാണെങ്കിൽ, വനിതാ സംവരണമാണെങ്കിൽ എനിക്കത് പറ്റൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിട്ട്, കഴിവുള്ള ആളുകൾ, പ്രാപ്തിയും യോഗ്യതയുമുള്ള ആളുകൾ രംഗത്തേക്ക് വരണം. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ അനിവാര്യ ഘട്ടത്തിലൊക്കെ നമുക്ക് അതിനൊക്കെ ഒരുപാട് ആനുകൂല്യങ്ങളും സാഹചര്യങ്ങളും വെച്ചു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് സജീവമായ ഇടപെടലുകൾ അനിവാര്യമായ ഘട്ടത്തിലൂടെയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അതിന്റെ ശ്രദ്ധയുണ്ടാവണം. പല രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ടാകും, സംഘടനക്കാരുണ്ടാകും. എല്ലാവരും മുസ്ലിം ഉമ്മത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. കാരണം മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ വളരെ 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 പരിതാപകരമാണ്. സച്ചാർ കമ്മിറ്റിയൊക്കെ പറഞ്ഞത് ഹരിജന, ഗിരിജന, കറുത്ത പട്ടികജാതി, പട്ടിക വർഗക്കാരേക്കാൾ പിന്നിലാണ് നമ്മുടെ മുസ്ലിമീങ്ങൾ എന്ന് പറയുമ്പോൾ അരുന്ധതി റോയ് പോലും പറഞ്ഞ എന്താ അറിയോ, ഉത്തരേന്ത്യയിലൊക്കെ പോയാൽ റോഡ് അവസാനിക്കുന്നത് കണ്ടാൽ മനസ്സിലാക്കാം ഇനി മുസ്ലിം ഗ്രാമമാണ് എന്ന്. ഒരു ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കുന്നത് കണ്ടാൽ അത് അവസാനിക്കുക, അതിന് അങ്ങോട്ട് ഇലക്ട്രിക് പോസ്റ്റ് ഇല്ലേ, എന്നാ മനസ്സിലാക്കുന്നത് മുസ്ലിം ഗ്രാമമാണ് എന്ന്. ഒരു ടാറിട്ട റോഡ് അവസാനിക്കുന്നത് കണ്ടാൽ, ലൈറ്റ് കത്തുന്ന ഇലക്ട്രിക് പോസ്റ്റ്, ആ ലൈറ്റ് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ബൾബുള്ള പോസ്റ്റ്, അത് കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം രാജ്യമാണ്. ഇത് അവിടുത്തെ അവസ്ഥ. നമ്മുടെ രാജ്യം അതാവരുത്. നമ്മുടെ നാടും ബംഗാളും അതുപോലെ തന്നെ ബീഹാറും ഒന്നും ആകരുത് പ്രിയപ്പെട്ടവരെ. കുറെ എണ്ണസംഖ്യ കൊണ്ട് കാര്യമില്ല. 4.5 കോടി 5 കോടി മുസ്ലിമീങ്ങൾ ഉത്തർപ്രദേശിലുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രബുദ്ധത നേടണം. ആലിമീങ്ങളും ഉമറാക്കളും എല്ലാവരും ഒറ്റക്കെട്ടായി നമ്മുടെ രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, മുസ്ലിം ഉന്നമനത്തിന് വേണ്ടി പരിശ്രമിക്കണം. രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന ഡാറ്റാബേസിൽ എത്ര കറക്റ്റായ അന്വേഷണങ്ങളാണ്. ലക്ഷക്കണക്കായ ആളുകൾ പുറന്തള്ളപ്പെട്ടത് തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്ന് അത്ര ധീരതയോടെ ആ മനുഷ്യൻ കൊണ്ടുവന്നിട്ട് പോലും പത്രമാധ്യമങ്ങൾ പോലും അമ്പരന്ന് പോവുകയാണ്. അവർക്ക് പോലും കണ്ടെത്താനും മനസ്സിലാക്കാനും പറ്റാത്ത നിഗൂഢമായ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും കൃത്യമായി വസ്തുനിഷ്ഠമായി കൃത്യവും വ്യക്തവുമായി ലോകത്തിന് മുമ്പിൽ, പത്രമാധ്യമങ്ങൾക്ക് മുമ്പിലാണ് രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചത്. എന്നിട്ട് പോലും എന്ത് നടപടിയുണ്ട്? അതാ ഞാൻ പറഞ്ഞ, ഒറ്റക്കെട്ടായി നിൽക്കണം. അതുകൊണ്ട് നമ്മളുടെ വോട്ടുകൾ ഭിന്നിച്ചു പോകരുത്. ഞാൻ മുമ്പൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒരു ഹോസ്റ്റലില് എന്നും ഉപ്പുമാവ്, എല്ലാവർക്കും ഉപ്പുമാവ് മടുത്തു. അപ്പൊ 100 കുട്ടികളാണ് ഹോസ്റ്റലിലുള്ളത്. അപ്പൊ 20 കുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് ഉപ്പുമാവ് തന്നെ മതി. 80 കുട്ടികൾ പറഞ്ഞു മടുത്തു, അസുഖമാണ്, വയറിന് ബുദ്ധിമുട്ടുണ്ട്, എന്നും ഉപ്പുമാവ് പാടില്ല, എന്നും എപ്പോഴും ഉപ്പുമാവ്. 80 കുട്ടികളാണ് ഉപ്പുമാവിനെതിരെ. 20 കുട്ടികൾ പറഞ്ഞു നമുക്ക് ഉപ്പുമാവ് തന്നെ മതി. 80 കുട്ടികൾ, 20 എവിടെ കിടക്കണ്? ഇരട്ടി കുട്ടികൾ പറഞ്ഞത് ഉപ്പുമാവ് വേണ്ടാന്ന. അപ്പോ ഹോസ്റ്റൽ ജീവനക്കാരെന്ത് ചെയ്തു? ഒരു വോട്ടെടുപ്പ് വെച്ചു. അപ്പൊ 20 കുട്ടികൾ ഉപ്പുമാവായി, ബാക്കി 80 കുട്ടികൾ, കുറച്ച് കുട്ടികൾ ഇഡ്ഡലി, കുറച്ച് കുട്ടികൾ ചപ്പാത്തി, കുറച്ച് കുട്ടികൾ പൊറാട്ട, കുറച്ച് കുട്ടികൾ പുട്ട്, കുറച്ച് കുട്ടികൾ ദോശ, കുറച്ച് കുട്ടികൾ എന്ത് ചെയ്തു? ഓട്ടട മതി, കുറച്ച് കുട്ടികൾ വേറെ പലതും. ഇങ്ങനെ എഴുതിയപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഉപ്പുമാവ് തന്നെ പിന്നെ അവിടെ വിജയിച്ചത്. കാരണം 20 ആളോ ഒറ്റക്കെട്ടായി നിന്നു. 80 ആളോ അവർ ഭിന്നിച്ചു. ഇഡ്ഡലി കിട്ടിയവർക്ക് ഇഡ്ഡലി, അവർക്ക് ഒന്നിച്ച് പറഞ്ഞാൽ മതി ഇനി പൊറാട്ട വേണം, അല്ലെങ്കിൽ പൊറാട്ടൻ്റെ ഒപ്പം ചപ്പാത്തിൻ്റെ ഒപ്പം കൂടിയാൻ പോരേനോ. കുറച്ച് ആൾക്കാർക്ക് ഇഡ്ഡലി വേണം. അങ്ങനെ ആ ഒക്കെ 12 വോട്ട്, 8 വോട്ട്, 11 വോട്ട്, 20 വോട്ട്, 11 വോട്ട് ഒക്കെ. എന്നാൽ ഉപ്പുമാവിന് 20 വോട്ട് കിട്ടി. ഇതെന്തിനാ ഉദാഹരണം പറയുന്നത് വെച്ചാൽ, ഒരു സംഗതി വേണമെന്ന് ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ അത് വിജയിച്ചു. ഇതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവർ പല പാർട്ടിക്കാരും പലതും ഉണ്ടാവും. പക്ഷെ മുസ്ലിം ഉമ്മത്തിന്, മുസ്ലിം സമുദായത്തിന്, ദീനീ ചിഹ്നങ്ങൾക്ക്, ദീനീ സംസ്കാരങ്ങൾക്ക്
പൂർണ്ണമായ നിലനിൽപ്പും നമ്മുടെ സംസ്കാരങ്ങൾ സംരക്ഷിക്കപ്പെടാനും ആര് വേണമെന്ന് ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കാലോ. അപ്പൊ നമ്മുടെ വോട്ടുകൾ ഭിന്നിച്ചു പോയാൽ പിന്നെയും വർഗീയവാദികൾ കടന്നു വരും, യാതൊരു സംശയവുമില്ല. അതാണ് ഉത്തരേന്ത്യയിലൊക്കെ നടന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ജാഗ്രതയുള്ളവരാകണം, നമ്മൾ എപ്പോഴും ബോധവാന്മാരാകണം. അള്ളാഹു തആല മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നന്ദിയുള്ള ആളുകളായി ഒറ്റക്കെട്ടായി നമ്മൾ പ്രവർത്തിക്കുകയും എപ്പോഴും നമ്മൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സഹായം വേണം. നമ്മളെല്ലാം റെഡിയാക്കിയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ആഴ്ചകളൊക്കെ പറഞ്ഞു, നമ്മളെല്ലാം എല്ലാം റെഡിയാക്കി, പക്ഷെ നമുക്ക് ഈമാനില്ല, തഖ്വയില്ല. ആ പഴയ പാരമ്പര്യമൊക്കെ നശിച്ചു പോയി. എന്ത് സംവിധാനങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. മാലിക് ദീനാറും സംഘവും കേരളത്തിലേക്ക് കടന്നു വന്നത് പായക്കപ്പലാണ്. അവര് കേരളത്തിന്റെ മണ്ണിലേക്ക് കടൽ മണിക്കൂറുകളോളം ആസനങ്ങളോളം ഉപ്പിന്റെ കാറ്റ് മാത്രം അവർക്കുണ്ടായിരുന്നു. ഉപ്പ് കാറ്റ് കൊണ്ട് ക്ഷീണിച്ച് തളർന്ന് കരയിൽ കയറിയപ്പോൾ അവർക്ക് ഇവിടത്തെ നായന്മാരും നമ്പൂതിരിമാരും ഇളനീര് വെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇളനീര് വെട്ടിക്കൊടുത്തപ്പോ ആ ഭാഷ പോലും അറിയാത്ത അവര് പറഞ്ഞു ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ വെട്ടിത്തന്ന ഇളനീര് നിങ്ങൾ തന്നെയാണോ? നായന്മാരും നമ്പൂതിരിമാരും ചോദിച്ചു, അതെന്താ അങ്ങനത്തെ ഒരു ചോദ്യം? മാസങ്ങളോളം ദിവസങ്ങളോളം നോക്കണം നിങ്ങൾ, അറബിക്കടലിന്റെ തിരമാലകളെ ഭേദിച്ചുകൊണ്ട് ആ ഒരു ചെറിയ പായക്കപ്പൽ മാത്രം കാറ്റിന്റെ ഗതി അനുസരിച്ചല്ലേ നീങ്ങ, ഒന്നുമില്ലാതെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് വരികയാണ്. എന്നിട്ട് തളർന്ന് ക്ഷീണിച്ച് ഒരു ചെറിയ തുള്ളി വെള്ളത്തിന് പോയിട്ട് ദാഹിക്കുന്ന സമയത്ത് കരിക്ക് വെട്ടിക്കൊടുക്കുമ്പോൾ ചോദിക്കുകയാണ്, ഇത് നിങ്ങൾ തന്നെയാണോ? ഹലാലാണോ? നിങ്ങൾ തന്നെയാണോ? ഇവിടുന്ന് വെട്ടി തന്നതാണോ? അന്തങ്ങൾ അങ്ങനെ അതാ ഞങ്ങൾക്ക് ഞങ്ങളുടെ മതത്തില് മറ്റൊരുത്തിന്റെ അവകാശം കൃത്യമായി അതല്ല എന്ന് ബോധ്യപ്പെട്ടെങ്കിലേ ഞങ്ങൾക്ക് തിന്നാൻ പറ്റുള്ളൂ, കുടിക്കാൻ പറ്റുള്ളൂ. ആ നായന്മാർക്ക് ഇവരുടെ വ്യക്തിശുദ്ധി, സാമ്പത്തിക ശുദ്ധി, നിഷ്കളങ്കത അത് കണ്ടപ്പോ കെട്ടിപ്പിടിച്ചാലിംഗനം ചെയ്തവർ ഒപ്പങ്ങ് കൂടി, അവരെ കൂടെ കൂടിയിട്ട് അവരിലേക്ക് അങ്ങ് ചേർന്നു. കേരളത്തിങ്കൽ മുസൽമാന്മാർ പശ്ചിമ പാരങ്ങളിൽ നിന്ന് വൻകടൽ ചീറും തിരമാലകൾ ഭേദിച്ചോ കടന്നവരേറെയല്ല. കുമാരനാശൻ എഴുതിയതാണ്, കുമാരനാശൻ പറഞ്ഞതാണ്. ഈ കേരളത്തെ മുസ്ലിം ഇവരൊക്കെ അങ്ങ് മാറിക്കൊടുത്തു, പെൺകുട്ടികളെ കെട്ടിച്ചെടുത്തു, അവർ അമ്പലങ്ങൾ പള്ളിയാക്കി കൊടുത്തു എന്ന് പറഞ്ഞു. ആ ആശാരിമാരെ ഇവർക്ക് വിട്ടുകൊടുത്തു. അതുകൊണ്ട് പഴയ പള്ളി കണ്ടാല്, മോന്തായം കണ്ടാല് പള്ളിയാണെന്ന് അമ്പലമാണെന്ന് തിരിച്ചറിയില്ല. ഈ ഒരു യോജിപ്പുണ്ടായത് നമ്മുടെ നിഷ്കളങ്കമായ ശുദ്ധി ജീവിതം കൊണ്ടായിരുന്നു, നമ്മുടെ സംസ്കൃതി നോക്കിയിട്ടായിരുന്നു. ആ സാമ്പത്തിക ശുദ്ധി നോക്കിയപ്പോൾ നമ്മളെ പിന്നാലെ അങ്ങ് കൂടി. നമ്മുടെ പിന്നാലെ കൂടണം, മതേതര സ്വഭാവമുള്ളവരൊക്കെ നമ്മുടെ പിന്നാലെ കൂടണം. എന്നിട്ട് ഐക്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, മർമ്മപ്രധാനമായി നമുക്ക് എന്തൊക്കെ സംവിധാനങ്ങളും സന്നാഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും, എത്ര ഒരുമയും ഐക്യമൊക്കെ ഉണ്ടെങ്കിലും, നമ്മുടെ നാടും നമ്മുടെ വീടും നമ്മുടെ മഹല്ലുകളൊക്കെ ലഹരി മുക്തമാകണം. അതോടൊപ്പം അസാൻമാർഗികതകൾ, അരാജകത്വങ്ങൾ, അധാർമികതകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. യുക്തിവാദം, മതനിരാസം, ലിബറലിസം, ഇതൊക്കെ നമ്മുടെ കുട്ടികളെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന ക്യാൻസറായി വന്നുകൊണ്ടിരിക്കുകയാണ്. ജുമക്കാള് വരണം നോക്കിയിട്ട് കാര്യമില്ല, അവനാന്റെ വീട്ടിലും കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും എത്രത്തോളം ഈമാനുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. അതിനാണ് നമ്മുടെ പണ്ഡിതന്മാര് നേതൃത്വം കൊടുത്തിരുന്നതും പ്രവർത്തിച്ചിരുന്നതും. അതൊക്കെ നിലനിൽക്കണം. ഇപ്പൊ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഇന്നതിന്റെ 100ാം വാർഷികം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും പാണക്കാട് സാദാത്യങ്ങളും മഹാന്മാരായ പണ്ഡിതന്മാരും, അത് ഏത് സുന്നി വിഭാഗമാകട്ടെ, ഏത് മുസ്ലിം സംഘടനകളാവട്ടെ, ഭിന്നിപ്പുകളൊക്കെ മറന്നുകൊണ്ട് നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട സമയം എപ്പോഴും അതിക്രമിച്ചിട്ടുണ്ട്. നമ്മൾ കയ്യെവിടെ കെട്ടണമെന്ന ചർച്ച നടത്തുമ്പോൾ ഈ കയ്യ് കെട്ടണമെങ്കിൽ ആദ്യം ഉടലിവിടെ ഉണ്ടാവണം. നമുക്ക് തലയുണ്ടെങ്കിൽ അല്ലേ കയ്യെവിടെ കെട്ടാൻ പറ്റൂ നോക്കേണ്ടതുള്ളൂ. അതിനു വേണ്ടി പ്രിയപ്പെട്ടവർ നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക. എല്ലാ ഭിന്നിപ്പിന്റെ സ്വരങ്ങളും നമ്മൾ വാട്സപ്പ് കൂട്ടായ്മകളും മറ്റുമൊക്കെ പരസ്പരം അടിച്ച് കലയിക്കുന്ന അവസ്ഥ ഒഴിവാക്കുക. ഇപ്പൊ സുഡാനിലെ അവസ്ഥ, ഇന്ന് സുബൈക്ക് ഞാൻ ക്ലാസ് പറഞ്ഞു, സുഡാനിൽ 95% മുസ്ലിമീങ്ങളാണ്. 95%. 1986 സ്വതന്ത്രമായ സുഡാൻ രാജ്യം, നൈൽ നദി 2900 കിലോമീറ്റർ ഓടുന്നത് സുഡാനിലൂടെയാണ്. ഇസ്ലാമിക സംസ്കാരമുള്ള ഈജിപ്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നൈൽ നദി, അത് സ്വർഗത്തിൽ നിന്ന് തുടക്കമെന്ന ഹദീസിലുണ്ട്. ഇസ്ലാമിൽ ഏറ്റവും പുണ്യമാക്കപ്പെട്ട വെള്ളമാണ് ഫനീലു മിസ്റാഫും മബാഖിലൻ ഹുരി. നബിതങ്ങളെ കയ്യിലൂടെ വന്ന വെള്ളം കഴിഞ്ഞാൽ സംസം വെള്ളമാണ്. ആ സംസം വെള്ളം കഴിഞ്ഞാൽ വഫ്ളുൽ മിയാഹി മാഉൻ ഖദ് നബ മിൻ ബൈനി ഇസ്ബഇൻ നബിയിൽ മുത്തബ ഇലൈഹി മാഉ സംസമിൻ ഫിൽ കൗസരി. സംസം വെള്ളം കഴിഞ്ഞിട്ട് ഹൗദുൽ കൗസർ. ഒന്നാമത് നബിതങ്ങളെ കയ്യിലൂടെ വന്ന വെള്ളം അതിന്ന് കിട്ടൂല. പിന്നെ സംസം വെള്ളം, പിന്നെ ഹൗദുൽ കൗസർ, പിന്നെ നൈൽ നദിയിലെ വെള്ളമാണ്. ആ നൈൽ നദി വെള്ളം, ആ നൈൽ നദി ഏറ്റവും കൂടുതൽ ഓടുന്നത് 2900 കിലോമീറ്റർ സുഡാനിലൂടെയാണ്. ആ സുഡാനിലെ സൈനികന്മാർ, 2 സൈനിക നേതാക്കന്മാർ, ഒന്ന് ജനറലും ഒന്ന് ഡെപ്യൂട്ടി ജനറലും, 2 പേരും ഭിന്നിച്ചു. 2 ആളും ഭിന്നിച്ചു. ഈ 2 ആൾക്കാരാണ് ഇന്നവിടെ പരസ്പരം കലഹിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര കൊല്ലപ്പെട്ടത്? 1000കണക്കിന്, 10000കണക്കിന്. മുമ്പും കലാപങ്ങൾ നടന്നു. 5 ലക്ഷം പാവപ്പെട്ട മുസ്ലിമീങ്ങൾ കൊന്നു. ആരാ കൊന്നത്? മുസ്ലിമീങ്ങൾ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബിതങ്ങൾ കരഞ്ഞു പറഞ്ഞു, എന്റെ ഉമ്മത്ത് ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല ഹത്താ യക്തുറുൽ ഹറജു,
ഇവിടെ കൊലപാതകം അധികരിക്കുന്നവരെ. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, കൊലപാതകം അധികരിക്കോ? അമിനൽ കുഫാർ, കാഫിരീങ്ങളാണോ കൊല്ലുക? അല്ല, കാഫിരീങ്ങളല്ല, മറിച്ച് ബഅ്ദുകും ബഅ്ദാ, നിങ്ങൾ പരസ്പരം കൊന്നു തീരും, നിങ്ങൾ പരസ്പരം കൊന്ന് കലഹിക്കും, നിങ്ങൾ പരസ്പരം കൊന്നു തള്ളും. അങ്ങനെയാണ് യഥാ സുഡാനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും ഉണ്ടെന്നുണ്ടോ? കോഴിക്കോട് റാലിയുണ്ടോ? കൊണ്ടോട്ടി രാമനാട്ട് റാലി? നമുക്ക് റാലി നടത്തേണ്ട ആവശ്യമില്ല. അത് ഫലസ്തീനിലാണെങ്കിലും ഒച്ചപ്പാടും ബഹളും റാലിയും ബഹിഷ്കരണവും. എന്നാൽ പാവപ്പെട്ട ഫലസ്തീനികളെ കൊന്നു തള്ളിയതിനേക്കാൾ അധികം ഇന്ന് സുഡാനിൽ അഭ്യന്തര കലാപങ്ങൾ, സംഘർഷങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചിന്തിച്ചു നോക്കി, മറ്റുള്ള സമുദായം നോക്കൂലേ? മറ്റുള്ള വിഭാഗം നോക്കൂലേ? നമ്മളെ പറ്റി ചിന്തിക്കൂലേ? അപ്പൊ നമ്മളല്ലേ നന്നാവേണ്ടത്? അത് സുഡാനിക്ക് പോകണ്ട, അവനാന്റെ വീട്ടിലും കുടുംബത്തിലും മഹല്ലത്തിലും നമ്മൾ കലഹിക്കല്ല വേണ്ടത്. ഓരോരുത്തരും കീശയിലും മൊബൈൽ ഉണ്ടാവും. ഈ പ്രസംഗം ഞാനും പറയുമ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, എത്ര ഗ്രൂപ്പുകളുണ്ട്? ഇവിടെ നിന്ന് അങ്ങോട്ടിട്ട് കൊടുക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ടിട്ട് കൊടുക്കുക, പരസ്പരം കലഹിക്കുക. എങ്ങനെയെങ്കിലൊക്കെ യോജിപ്പിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. കത്രികയുടെ പണിയല്ല നമ്മൾ എടുക്കേണ്ടത്. സൂചി കൊണ്ട് 2 കഷ്ണമായ ശീലകളെ തുന്നിച്ചേർക്കാനുള്ള പരിശ്രമങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നോക്കേണ്ടത്. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, അതിന് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, ഇവിടെ രാഷ്ട്രീയമായ സംവിധാനങ്ങൾ മാത്രം പോരാ, മതപരമായ സംവിധാനങ്ങൾ വരണം. ഈമാനും തഖ്വയും ഇവിടെ വേണം. കാരണം മതം തന്നെ എന്തിന് എന്ന ചോദ്യമാണ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ഹിജാബിനെതിരെ പച്ചക്ക് കത്തിക്കുന്ന, ഹിജാബിനെ പച്ചയായി പുജിച്ചു തള്ളുന്ന, ഇസ്ലാമിക സംസ്കാരം നശിപ്പിക്കുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചാൽ അവൾക്കാണെന്ന് ദേശീയ അവാർഡും സംസ്ഥാന അവാർഡും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചിന്തിച്ചു നോക്ക്, നമ്മുടെ കുട്ടികൾ സംസ്കാരം എങ്ങനെയാണ്? ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ സിനിമകളിലൂടെ കൊടുക്കുന്ന തീം എന്താ? ഒളിച്ചോടിപ്പോര്, ഹിജാബ് എന്തിനാണ്? ഇസ്ലാമിക മൂല്യങ്ങളൊക്കെ തകർക്കുക. അതിനാണ് ഞാൻ പറഞ്ഞത്, ഇവിടെയൊക്കെയാണ് സമസ്ത 100ാം വാർഷിക ആഘോഷിക്കുമ്പോൾ ഇന്ന് സംസ്ഥാന വ്യാപകമായി അതിൻ്റെ തഹയ്യ ഫണ്ടൊക്കെ പള്ളിയിൽ നിന്ന് ശേഖരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, പ്രിയപ്പെട്ടവരെ, മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായി നിൽക്കണം. കാരണം നമ്മുടെ ധാർമ്മികത സംരക്ഷിക്കപ്പെടണം. മതവിദ്യാഭ്യാസം കിട്ടണ്ടേ? കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം എല്ലാം 10-12 വയസ്സാകുമ്പോൾ കുട്ടികളാണ് പിരിഞ്ഞു പോവാൻ. പിന്നെ മദ്രസ വിദ്യാഭ്യാസം ഒട്ടുമില്ല. ആരാധനക്ക് ശ്രമിക്കണത്? നമുക്കൊരു സംവിധാനം ഇവിടെ വരണ്ടേ? സംവിധാനം തകർന്നു പോകാൻ പാടില്ല. നമുക്ക് പലപ്പോഴും പല വിയോജിപ്പുണ്ടാവും, ആരോടും വിയോജിപ്പുണ്ടാവും. ഈ പള്ളിക്ക് നേതൃത്വം കൊടുക്കുന്ന ഖതീബിനോടോ കാളിയോടോ സെക്രട്ടറിയോടോ പ്രസിഡന്റ് വിയോജിപ്പുണ്ടാവും. പക്ഷേ ഇത് തകരാൻ പാടില്ല. ഏത് സംവിധാനമാണെങ്കിലും, രാഷ്ട്രീയ സംവിധാനമാണെങ്കിലും മതകീയ സംവിധാനങ്ങളാണെങ്കിലും, നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്തത് പലപ്പോഴും കൂട്ടമായി ചെയ്യാൻ കഴിയും. യാതൊരു സംശയവുമില്ല. ഒറ്റയ്ക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ചെയ്യാൻ പറ്റൂല. യദുല്ലാഹി മഅൽ ജമാഅ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരും കണ്ണിയത്ത് ഉസ്താദും അവരൊക്കെ ഇവിടെ പടുത്തുയർത്തിയ ഒരു വലിയ സംവിധാനം. ഈ സംവിധാനങ്ങൾ തകർന്നു പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന് കഴിഞ്ഞ ആഴ്ചകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് മതനിരാസം ശക്തമായി കൊണ്ടിരിക്കുകയാണ്. എത്ര മുസ്ലിമീങ്ങളാണ് ഇസ്ലാമെന്ന് പുറത്തു പോണത്. ഈ അടുത്ത് കോഴിക്കോട് അടുത്ത് വലിയ പരിപാടി നടന്നു. കറക്റ്റായിട്ട് യുക്തിവാദികളോട് സംവാദം നടത്തി, അവരുടെ മുഖാമുഖം നടത്തി, അവരുടെ ആശയങ്ങളെ പൂർണ്ണമായി തകർത്ത് തരിപ്പണമാക്കി വിശുദ്ധ ഇസ്ലാമിന്റെ തൗഹീദ് സ്ഥാപിക്കാൻ പണ്ഡിതന്മാർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഷുഐബുൽ ഹൈത്തമിയെ പോലെ, ഇബ്രാഹിം സക്കാഫി പുഴക്കാട്ടിരിയെ പോലെ, അതുപോലെ തന്നെ സജീർ ബുഖാരിയെ പോലെ, അതുപോലെ ഫൈസൽ ഹസീൻ രണ്ടത്താണിയെ പോലെ സുന്നി പണ്ഡിതന്മാർ വളരെ ജാഗ്രതയോടുകൂടെ ലിബറലിസത്തിനെതിരെ ശക്തിക്കാൻ വരുമ്പോൾ മറ്റുള്ളതൊക്കെ നമ്മൾ മറക്കണം, നമ്മുടെ സംഘടന മറക്കണം. ഇങ്ങനെയായത് ശംസുലുമയൊക്കെ നിങ്ങൾക്കറിയാലോ, എടക്കര ഭാഗത്ത് 100 കണക്കിന് ആളുകൾ ക്രിസ്ത്യാനികളായി മാറി. സാമ്പത്തിക സഹായം കൊടുത്തപ്പോൾ ക്രിസ്ത്യാനികളായി മാറി. എന്നിട്ട് അവർ ഇസ്ലാമിക്ക് കൊണ്ടുവരാൻ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അങ്ങ് മഞ്ചേരി എടക്കര വെച്ചുകൊണ്ട് അവരുടെ യഥാർത്ഥ ബൈബിളിന്റെ കോപ്പി എടുത്തുയർത്തിയിട്ട് സുറിയാനി ഭാഷ പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ച് അവരുടെ ഓരോ വ്യത്യാസങ്ങളും വൈരുദ്ധ്യങ്ങളും പറഞ്ഞ് അവരെ വിശുദ്ധ ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അവരെല്ലാം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. വലിയ സംവാദം നടന്നിരുന്നു. ഖാദിയാനികൾ ഇസ്ലാം പുതിയ വാദവുമായി കടന്നു വന്നു. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി, ഞാൻ അവസാനത്തെ പ്രവാചകനാണ്, സൗദി സർക്കാർ അല്ല ഈ ഖാദിയാനിസം ഇസ്ലാമിനെ പുറത്താണെന്ന് ആദ്യം ഫത്വ കൊടുത്തത് ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരായിരുന്നു. അതായത് സമസ്ത കേരള ജമീയത്തുൽ ഉലമയായിരുന്നു. ആ സമസ്തയും ശംസുൽ ഉലമയും കഴിഞ്ഞിട്ട് സൗദി ഔക്കാഫിന് പോലും വിധി പുറപ്പെടുവിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ഒരു സംവിധാനം നമുക്കുണ്ട്. സമസ്ത കേരള ജമീയത്തുൽ ഉലമക്ക് ഈ സംഘടന രൂപീകരിക്കപ്പോൾ അതിന്റെ ആദ്യത്തെ ജോയിന്റ് സെക്രട്ടറി ഈ പള്ളിക്ക് ബാക്കിലാണ് മറവ് ചെയ്യപ്പെട്ടത്. ഒരുപക്ഷെ ഈ നാട്ടുകാർക്ക് അറിഞ്ഞോണമെന്നില്ല. ജർമ്മൻ അഹമ്മദ് മുസ്ലിയാർ എന്ന് പറയും. അന്ന് കോഴിക്കോട് ഭാഗത്ത് ഒരുപാട് ആളുകൾ നശിച്ചു പോയപ്പോൾ, വിശ്വാസപരമായി നശിച്ചു പോയപ്പോൾ അതിനെതിരെ പാങ്ങിലുണ്ടെയും മറ്റു പണ്ഡിതന്മാരെയും സ്വന്തം കീശയിൽ നിന്ന് കാശെടുത്തുകൊണ്ട് കോഴിക്കോട് കുട്ടിച്ചിറ കൊണ്ടുപോയി ദിവസങ്ങളോളം വാഴ്ന്നു പരിപാടിയും പ്രസംഗ പരിപാടിയും നടത്തിയിട്ട് അവർ നന്നാക്കിയെടുത്ത ജർമ്മൻ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്തയുടെ സ്ഥാപക ജോയിന്റ് സെക്രട്ടറി ഫറൂഖ് പേട്ട ഖബർസ്ഥാനിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. നമുക്ക് വ്യക്തിപരമായ ബന്ധങ്ങൾ ഉണ്ടാവണം. എന്തിനാ ഇതൊക്കെ പറഞ്ഞതെന്നറിയോ? ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ തഖ്വയായിരുന്നു. വലിയ ഡിഗ്രികൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല.
മരണപ്പെടുന്ന സമയത്ത് വീട്ടിലേക്ക് എല്ലാ ആൾക്കാരും സൗകര്യം ചെയ്തുകൊണ്ട് ഹിന്ദുക്കളായിരുന്നു. ആ ഉസ്താദിന്റെ വീട്ടിലേക്ക് റോഡുണ്ടാക്കാൻ ഹിന്ദുക്കൾ അമ്പലത്തിന്റെ ഭൂമി വിട്ടുകൊടുക്കാൻ അതൊരു ബഹുമാനാണ്, അതൊരു ആദരവാരായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, സുഖമില്ലാതെ ആശുപത്രി അഡ്മിറ്റ് ചെയ്യപ്പെട്ടപ്പോ കട്ടിലിട്ടപ്പോ എനിക്ക് ഇവിടെ കടന്നാൽ ഞാൻ ഇടത് ഭാഗത്തേക്ക് തുപ്പലെന്ന സുന്നത്ത് നഷ്ടപ്പെടും, ഈ റൂം കടന്നാൽ തുപ്പുമ്പോൾ വലത്തെ ഭാഗത്തേക്ക് അത് കറാഹത്താണല്ലോ, അതുകൊണ്ട് റൂം മാറ്റി കിടത്തണം. ഇതവരെ സൂക്ഷ്മതയായിരുന്നു, അത്ര വലിയ സൂക്ഷ്മതയായിരുന്നു. ഇവിടെ കണ്ണൂർ കാമ്പസാർ ഒരു വലിയ സമ്പന്നൻ ഉസ്താദിന് സക്കാത്ത് കൊടുക്കുന്നുണ്ട്. അന്ന് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിം പറഞ്ഞത്, എനിക്ക് സക്കാത്ത് വേണ്ട, എൻ്റെ അടുത്ത് 300 ഉറുപ്പ്യ ഉണ്ട്, എന്റെ മകളെ കെട്ടിക്കാൻ വേണ്ടി ഞാൻ സ്വരൂപിച്ചത് ആൾക്കാർ തന്ന 300 ഉറുപ്പ്യ ഉണ്ട്, 300 ഉറുപ്പ്യ സക്കാത്ത് കൊടുക്കണമെന്നാ. അപ്പൊ ഞാൻ സക്കാത്ത് കൊടുക്കാൻ സക്കാത്ത് കൊടുക്കേണ്ട ആളാണ് ഞാൻ, അതും എനിക്ക് സക്കാത്ത് വേണ്ട. അപ്പൊ ഉസ്താദെ, കഴിഞ്ഞ കൊല്ലം ഞാൻ സക്കാത്ത് തന്നില്ലേ, കഴിഞ്ഞ കൊല്ലം ഞാൻ അർഹനായിരുന്നു, ഇപ്പൊ എന്റെ കുട്ടിനെ കെട്ടിച്ചാനായപ്പോൾ ഓരോരുത്തർ സഹായിച്ച 300 ഉറുപ്പ്യ, അന്ന് 300 ഉറുപ്പ്യ മതിയായിരുന്നു സക്കാത്ത് കൊടുക്കാനല്ല, നിസാബെത്താൻ കണക്കെത്താൻ, അത് വാങ്ങിയില്ല. ഈ സൂക്ഷ്മതയായിരുന്നു ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്. എന്റെ വീട്ടിലേക്ക് അങ്ങാടിയിൽ നിന്ന് 12 മത്തി കൊണ്ടുപോയ കഥയുണ്ട്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ മത്തി കച്ചവടം ചെയ്യുമ്പോഴേ തേക്കിന്റെ ഇലയിൽ പൊതിഞ്ഞിട്ട് മത്തി കൊണ്ടുപോയി, ഉറുപ്പ്യക്ക് 10 മത്തി കൊണ്ടുപോയി പെരയെ കൊണ്ടുപോയപ്പോ 12 മത്തി ഉണ്ട്. ഭാര്യയോട് പറഞ്ഞു, എടി അത് എടുക്കല്ലേ, ഹറാമാവും, 10 മത്തിയാണ്, 2 ഏറുണ്ട്. ആ പഴയ തേക്കിന്റെ അരയിൽ പൊതിഞ്ഞ 12 മത്തിയുമായി അങ്ങാടിയിൽ ചെന്ന് ആ കച്ചവടക്കാരന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട്, 2 ഏറുണ്ടത് ഹറാമല്ലേ ഉസ്താദ്, ഞാൻ എന്റെ വകയായിട്ടിട്ടതാണ്, ആ വകയായിട്ടിട്ടതാണെന്ന് പറഞ്ഞപ്പോ ആ വീട്ടിലേക്ക് ചെന്ന്. ഈ സൂക്ഷ്മതയുള്ളവരായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ്. അവരെ പടുത്തുയർത്തിയ സംവിധാനങ്ങളും അവരെ പടുത്തുയർത്തിയ സമസ്തയും സമൂഹത്തിലേക്ക് ദീനീ ദഅവത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ 2 കൈയും നീട്ടി സഹകരിക്കേണ്ടതിന് പകരം ഒരിക്കലും നമ്മൾ നിരാകരിക്കരുത്, തിരസ്കരിക്കരുത്. ഈ സംവിധാനങ്ങൾ നിൽക്കണം. കേരളത്തിൽ എത്ര മദ്രസകളുണ്ട്, 10,000-കണക്കിന് മദ്രസകളുണ്ട്. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ പൂർവ്വ വിദ്യാർത്ഥികളെ ഞങ്ങൾ ഹുദവികൾ നടത്തുന്ന 3000-ഓളം മദ്രസകളുണ്ട്. 1 കോടിയോളം രൂപ സമസ്തയാണ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ പുറത്ത്. ഇപ്പൊ ഈ സമ്മേളനത്തോടനുബന്ധിച്ച് ഇൻഷാ അല്ലാഹ് 10,313 ദായിമാരെ സമൂഹത്തിന് സമർപ്പിക്കുകയാണ്. തമിഴ്നാട് വലിയ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ കൊണ്ടുവരാൻ കോടിക്കണക്കിന്, അതുപോലെ സ്കോളർഷിപ്പുകൾ കൊടുക്കണം, അതുപോലെ കള്ളും കഞ്ചാവിനും അടിമപ്പെട്ട ആളുകളെ നന്നാക്കിയെടുക്കാൻ റിഹാബിലിറ്റേഷൻ സെന്ററുകൾ, ഇങ്ങനെ ബഹുമുഖ പദ്ധതികൾക്കാണ് തഹയ്യ ഫണ്ട് എന്ന് നമ്മോട് ചോദിക്കുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായി കൊടുക്കുക. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും ജിഫ്രി മുത്തുക്കോയ തങ്ങളൊക്കെ നമ്മോട് കാര്യം പറയുമ്പോൾ നല്ല മനസ്സോടെ ദീനിന് വേണ്ടി ഇഖ്ലാസോട് കൂടെ നമ്മൾ കൊടുക്കുക. ആരായിരുന്നു ശംസുൽ ഉലമ നമുക്കറിയാലോ, പറയണ്ടാവശ്യമല്ലോ. ഖാദിയാനടക്കം ഇസ്ലാം എന്ന് പുറത്താണെന്ന് പറഞ്ഞു. അപ്പൊ ജഡ്ജി ചോദിക്കുന്ന ചോദ്യം ഉണ്ട് ശംസുൽ ഉലമയോട്, അല്ല മൂല്യാരെ, അവരും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറയുന്നുണ്ടല്ലോ, അവരും പറയുന്നുണ്ടല്ലോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞാലും മുസ്ലിം ആവൂലേ മൂല്യാരെ, പിന്നെ എന്താ നിങ്ങൾ ഒരു മുസ്ലിം ആവൂലെന്ന് പറഞ്ഞത്? ശംസുൽ ഉലമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, AK അബൂബക്കർ മുസ്ലിം പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ സാറേ മുസ്ലിം ആകൂല. ജഡ്ജിന്റെ 2ാമത്തെ ചോദ്യം, എന്താ മൂല്യാരെ നിങ്ങൾ പറഞ്ഞത്? ഒരാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞാൽ മുസ്ലിം ആകൂലേ? AK ഉസ്താദിന്റെ മറുപടി, ആകൂല സാർ, ആകൂല. 3ാമത്തെ ചോദ്യം, എന്താണ് മൂല്യാരെ നിങ്ങൾ പറഞ്ഞത്? ഒരാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞാൽ മുസ്ലിം ആകൂലേ? ശംസുൽ ഉലമ പറഞ്ഞു, ആകൂല മുസ്ലിയാരെ. പിന്നെ ഇവരൊക്കെ അത് പറയുന്നുണ്ടല്ലോ, പിന്നെന്താ ആകൂല പറയാൻ കാരണം? ശംസുൽ ഉലമ ചോദിച്ചു, സാർ അങ്ങ് 3 വട്ടം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞു, അങ്ങ് മുസ്ലിം ആയിട്ടുണ്ടോ? അങ്ങ് മുസ്ലിം ആയിട്ടുണ്ടോ? ആ ജഡ്ജ് പരാജയം സമ്മതിച്ചു. നാക്ക് കൊണ്ടല്ല, പറച്ചിൽ കൊണ്ട് കാര്യമില്ല, ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് പറയണം എന്ന് ജഡ്ജിയോട് ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ AK ഉസ്താദ് അന്ന് ചെയ്തിരുന്നത്. ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങളെ കൊല്ലപ്പെട്ടത് കളിയാക്കി ജഡ്ജി പറഞ്ഞു, നിങ്ങളെ മുസ്ലിമീങ്ങളെ മുഹമ്മദ് നബിന്റെ പേരക്കുട്ടി ഹുസൈൻ കൊല്ലപ്പെടുന്നത് ആദ്യം മുഹമ്മദ് നബിക്ക് അറിയുമായിരുന്നെങ്കിൽ ഇസ്രാ മിറാജിന് പോയപ്പോൾ പടച്ചോടൊന്ന് കോംപ്രമൈസ് ആക്കി കൂടെ? കളിയാക്കി പറഞ്ഞു ശംസുലിനോട്, മുത്തുനബി തങ്ങളെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ കൊല്ലപ്പെടുമെന്ന് ആദ്യം മുഹമ്മദ് നബിക്ക് അറിയുമെങ്കിൽ ഇസ്രാ മിറാജിന് മുഹമ്മദ് നബി അള്ളാനെ കണ്ടെന്നല്ല നിങ്ങൾ വിശ്വസിക്കണത്? അള്ളാനെ കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞ് തിരുത്തിക്കൂടേനിയോ? ആ വിധി പടച്ചോൻ എന്റെ പേരക്കുട്ടി കൊല്ലാൻ പാടില്ല, അന്ന് എന്തേ അന്ന് പറയാഞ്ഞ്? അപ്പൊ ശംസുൽ ഉലമ വളരെ നർമ്മത്തോടെ മർമ്മത്തിൽ തൊട്ട് മറുപടി കൊടുത്തു, സാറേ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിരുന്നു, പക്ഷെ ദൈവത്തിനെ കണ്ടപ്പോൾ ദൈവത്തിന്റെ സ്വന്തം മകൻ കുരിശിലേറ്റതിനെ പറ്റി ചിന്തിച്ച് ദൈവം തന്നെ ടെൻഷനിലാണ്, പിന്നെ സ്വന്തം പേരക്കുട്ടിന്റെ കാര്യം പറയാൻ മറന്നുപോയി. എത്ര കറക്റ്റായ മറുപടിയാണ്! അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു. യേശു ദൈവപുത്രനാണ്. ദൈവപുത്രൻ കുരിശിലേറ്റപ്പെടുന്നുവെങ്കിൽ സ്വന്തം മകൻ കുരിശിലേറ്റപ്പെടുന്ന ടെൻഷൻ കഴിയുന്ന ദൈവത്തിനോട് ഞാൻ എൻ്റെ പേരക്കുട്ടിന്റെ കാര്യം ഇങ്ങനെ പറയാം? മൗനിയായി. ഇങ്ങനെ പറയാൻ പണ്ഡിതർക്ക് സാധിക്കണം. ഞാൻ 1-2 കാര്യം മാത്രം പറഞ്ഞു. കോഴിക്കോട് ഫാത്തിമ ആശുപത്രിയിൽ സുഖമില്ലാതെ കിടക്കാൻ രാവിലെ സുബൈന്റെ സമയത്ത് വേങ്ങരയിൽ അലവിക്കുട്ടിയാജിയോട് പറഞ്ഞു, ഞാൻ മരിക്കാൻ പോവാൻ, ഈ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കണം, അത്രഭൂഷണം റഹ്മത്തിന്റെ മലക്കുകൾക്ക് പ്രവേശനം വേണമല്ലോ. അവിടെ റൂമൊക്കെ വൃത്തിയാക്കി കൊടുത്തു. ഇന്നും ഫാത്തിമ ഹോസ്പിറ്റൽ മുതലാളി പറയുമല്ലോ, റൂമൊക്കെ വൃത്തിയാക്കി കൊടുത്തു, എല്ലാം വൃത്തിയാക്കി അത്രഭൂഷി കൊടുത്തു. സുബൈന്റെ സമയത്ത് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. വേങ്ങര അലവിക്കുട്ടി ഹാജി ബാങ്ക് കൊടുത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുകയും മറുപടിയായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ശംസുൽ ഉലമ പറഞ്ഞു. യാസീൻ ഓതാൻ ആളേൽപ്പിച്ചു.
യാസീൻ ഓതിയിട്ട് വാഖീർ വൽ ഫാദിൽ അദാനി മുഖാരിനു യൻഫാസിൽ ഖുറല്ലതി ലം തുആകബി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് വഫാത്ത ശംസുൽ ഉലമ അവർ നേതൃത്വം കൊടുത്തതാണ് ഈ പ്രസ്ഥാനമെങ്കിൽ ഞാൻ ഉദാഹരണം പറയാൻ, ഒരിക്കലും കോട്ടം തട്ടാൻ പാടില്ല. നമ്മൾ ഇഖ്ലാസോടെ പ്രവർത്തിക്കുക. നമ്മൾ കൃത്യമായി നല്ല ബോധമുള്ളവരായി മാറണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ കണ്ണിയത്ത് ഉസ്താദും ഈ ശംസുലുമയും ആരായിരുന്നവരൊക്കെ തെക്കുംപാടി എന്ന പ്രദേശമുണ്ട്. ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. കണ്ണൂര് തെക്കുംപാടി എന്ന പ്രദേശം. അവിടെ കണ്ണിയത്ത് ഉസ്താദ് ദർസ് നടത്തിയിട്ടുണ്ട്. മഴ കിട്ടാതെ ഇടങ്ങാറാകുമ്പോൾ ആൾക്കാർ പറഞ്ഞു മൂലയിൽ നിങ്ങൾ ദ്വാരക്കണം. ഉസ്താദ് രാത്രിയാണ് ദ്വാരുന്നു. മഴ കിട്ടാൻ വേണ്ടി ദ്വാരുന്നു, പൊട്ടിക്കന്നെ ദ്വാരുന്നിട്ട് മഴ പെയ്തില്ല. അപ്പൊ പള്ളിക്ക് എപ്പോഴും ജമാഅത്തിന് വരുന്നൊരു ഹാജിയാര് സുബൈക്ക് പള്ളിക്കത്ത നേരം വൈകി. അപ്പൊ കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചു, എന്റെ ഹാജിയാർ എന്ന് നേരം വൈകിയത്? അപ്പൊ ഹാജിയാര് കളിയാക്കി പറഞ്ഞു, അല്ല മൂലയാരെ നിങ്ങൾ മഴ കിട്ടാൻ വേണ്ടി ദ്വാരുന്നില്ലേ, മഴക്കാണ്ട് ദ്വാരുന്നു, മഴ അങ്ങോട്ട് പെയ്തിട്ട് പെരേന്ന് വരാൻ കഴിഞ്ഞില്ല, കളിയാക്കി പറഞ്ഞതാ. അന്ന് കണ്ണിയത്ത് ഉസ്താദ് തെക്കുംപാട് മിഹ്റാബ് എന്ന് പൊട്ടിക്കന ദ്വായുണ്ട്. പടച്ചോനെ, ഞാൻ മഴയ്ക്ക് വേണ്ടി ദ്വാ ചെയ്തിട്ട് മഴ കിട്ടാതെ ജനങ്ങൾ എന്നെ പരിഹസിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രായപൂർത്തിയായത് മുതൽ 15 വയസ്സായത് മുതൽ അറിഞ്ഞുകൊണ്ടൊരു കറാഹത്ത് പോലും പടച്ചോൻ ഞാൻ ചെയ്തിട്ടില്ല. അറിഞ്ഞുകൊണ്ടൊരു ഹറാമ് പോലും ഞാൻ ചെയ്തിട്ടില്ല. ഇവിടുത്തെ ആളുകളിലെ പാവപ്പെട്ട നാക്കാലികളും ആടും അതുപോലെ പൂച്ചകളും എരുമ്പുകളും ഉണ്ട് റബ്ബേ, അവരും തെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് പടച്ചോനെ ഇന്നെ വഷളാക്കരുത്. ഇന്ന് രാത്രിയെങ്കിലും മഴ തരണേ, പൊട്ടിക്കന്ന ദ്വാ. ആ നാട്ടുകാർ ഇന്നും സാക്ഷ്യപ്പെടുത്തും. തെക്കുംപാട് പോയി നോക്കൂ, ചോദിക്കൂ. ശക്തമായ മഴ പെയ്തിട്ട് പിറ്റേ ദിവസം ഹാജിയാർക്ക് സാക്ഷാൽ മഴ കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും ജമാഅത്തിന് പങ്കെടുക്കാനും പറ്റിയില്ല. ഇവിടെ മഞ്ചേരി മമ്പാടിന്റെ ഇടവണ്ണക്കപ്പുറം മമ്പാട് മഴ കിട്ടാതെ വിഷമിക്കുമ്പോൾ അന്ന് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവിടെ ഒരു സദസ്സ് സംഘടിപ്പിക്കും, ഞാൻ ദ്വാരക്കാൻ വരാം. ദ്വാരക്കാൻ പോകുമ്പോൾ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, ഈ കണ്ണിയത്ത് അഹമ്മദ് മാത്രം വന്നാൽ പോരാ, ആടുകളെ കൊണ്ടുവരണം, നിങ്ങൾ പശുക്കളെ കൊണ്ടുവരണം, എരുമാളെ കൊണ്ടുവരണം. മമ്പാട് ജനങ്ങൾ മുഴുവനും മൈതാനിൽ ആടുകളെയും പോത്തുകളെയും കെട്ടി ആ സ്റ്റേജിൽ കയറി നീണ്ടൊരു ദുആയുണ്ട്. അല്ലാഹുമ്മ യാ വദൂദ് യാ വദൂദ് യാ വദൂദ്, അല്ലാഹുമ്മ യാ വദൂദ്. പടച്ചോനെ, ബുദ്ധി ഉറച്ചത് മുതൽ ഈ അഹമ്മദ് തെറ്റും ചെയ്തിട്ടില്ല, ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല. ഈ മൈതാനിൽ കെട്ടിയിടപ്പെട്ട നൂറുകണക്കിന് പാവപ്പെട്ട പോത്തുകളും ആടുകളും തെറ്റ് ചെയ്തിട്ടില്ല പടച്ചോനെ. അതുകൊണ്ട് മുൻനിർത്തി ചോദിക്കുന്നു, മഴ തരണം. അല്ലാഹു ദുആ സ്വീകരിച്ചു, ശക്തമായ മഴ കൊടുത്തു. ഇങ്ങനെ നിഷ്കളങ്കതയുടെ പര്യായമായിരുന്ന മഹാന്മാരായിരുന്ന പണ്ഡിതന്മാർ പടുത്തുയർത്തിയതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാരുണ്ട്. പാണക്കാട് സയ്യിദ് PMSA പൂക്കോയ തങ്ങളടക്കം അവരൊക്കെ വളർത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് ഈ പ്രസ്ഥാനങ്ങൾ തകരാൻ പാടില്ല. ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. രാഷ്ട്രീയ നേതാക്കന്മാരുമായി സ്നേഹബന്ധം പുലർത്തണം. എല്ലാവരുമായി സ്നേഹത്തോടെ മുന്നോട്ട് പോവുക. അതുകൊണ്ട് തന്നെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ബഹുമുഖ പദ്ധതികൾ സമൂഹത്തിന് സമർപ്പിക്കാൻ വേണ്ടി നമ്മളിൽ സഹായം ചോദിക്കുമ്പോൾ ജുമാ കഴിഞ്ഞിറങ്ങുമെന്ന് കേരളത്തിൽ ആയിരക്കണക്കായ പള്ളികളിൽ വിശ്വാസികൾ നല്ല നീയത്തിന് 10 റുപ്യ 100 റുപ്യ കൊടുക്കുമ്പോൾ ഇവിടെ 10,313 ദായിമാർ സമൂഹത്തിന് സമർപ്പിക്കണം. കേരളത്തിന്റെ പുറത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരണം. ഉത്തരേന്ത്യയിൽ ദഅവാ പ്രവർത്തനം നടത്തണം. അതിനൊക്കെയാണ് ഇന്നത്തെ ഫണ്ട് സമാഹരണം. അതുകൊണ്ട് ഏറ്റവും വലിയ സ്വന്തം ഉമ്മാക്കും ബാപ്പാക്കും കൊടുക്കണേക്കാൾ കൂലി കിട്ടൽ ദീനിന്റെ മാർഗത്തിൽ ഇൽമിന് കൊടുക്കലാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് തഹയ്യ ഫണ്ടുമായി ആത്മാർത്ഥമായി സഹകരിക്കുക. നമ്മുടെ രാജ്യം തെരഞ്ഞെടുപ്പ് നേരിടുകയാണ്. അതുകൊണ്ട് മുസ്ലിം കൂട്ടായ്മകളെ, മുസ്ലിം സമുദായത്തിനെ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ശക്തി പകർന്നുകൊണ്ട് നല്ല ദഅവത്തിന് വേണ്ടി, ദീനിന് വേണ്ടി, ഉമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുക ആരാണെങ്കിലും. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണ്. ഭിന്നിപ്പില്ലാതെ പരസ്പരം വീക്ഷണ വൈജാത്യങ്ങൾ ഉണ്ടാകാം. അതൊക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ നല്ല ശ്രദ്ധയോടെ മുന്നേറണം. വോട്ടർ ലിസ്റ്റിൽ പേര് നിഷേധിക്കപ്പെടാൻ പാടില്ല. എല്ലാവരും ശ്രദ്ധിക്കുക, അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുക. അള്ളാഹു നമുക്ക് പൗരബോധവും തിരിച്ചറിവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.